ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ സൈഡിൽ വന്ന് ഇരിക്കുകയാണ് ഞാൻ. ഇവിടാണ് ഈ വർഷത്തെ കേരള സ്കൂൾ സ്റ്റേറ്റ് കലോത്സവം നടക്കുന്നതുണ്ട്. ഇതാണ് മെയിൻ വേദി. അപ്പോൾ മെയിൻ വേദിയുടെ ഒരു സൈഡിലാണ് ഒരു ചെറിയ ഇൻട്രോ എടുക്കാൻ വന്നതാണ്. അപ്പം വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ എനിക്കിത് പരിപാടിയുണ്ട്, അതിന് വന്നതാണ്. ഇന്നലെ ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നു. ഓക്കെ, എന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്ത് രാവിലെ അവിടെ പരിപാടി ഉണ്ടായി. പരിപാടി രാവിലെ എന്നാണ് പറഞ്ഞത്, പക്ഷേ സ്ലോട്ട് കിട്ടിയത് ഉച്ചയ്ക്കാണ്. സോ ഒരുങ്ങാനൊക്കെ അവർ പോയേക്കുവാണ്. ഇവിടെ തന്നെ അവളുടെ പരിപാടി നടക്കുന്ന ഇവിടെ അല്ല, പക്ഷെ ഒരുങ്ങുന്ന ഇതിൻ്റെ ബാക്കിലാണ്. ഓക്കെ, അതിനിയും വേറെ കുറച്ചുകൂടെ പോകണം. അതിന് അവളുടെ വേദി കുറച്ചുകൂടെ അപ്പുറത്ത്. ഇതാണ് മെയിൻ വേദി. ഓക്കെ, അപ്പോൾ മെയിൻ വേദിയുടെ സൈഡിലാണുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, ഒടുക്കത്തെ വെയിലാണ്. ഇതാണ് മെയിൻ വേദി. ഇവിടെ ഓരോ മറ്റേ മീഡിയയുടെ ഒരു സ്പോട്ടുണ്ട്. അവിടെ ഓരോ മീഡിയക്കാരും ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്തുവാ, കലാപ്രതികൾക്ക് ആശംസകൾ. അവിടെ പോയ വെള്ളം കിട്ടും. ഓറഞ്ചൊക്കെ ഉണ്ടോ വൈബ്. അതെ, ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതാണ് ഇവിടെ പരിപാടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് ഓരോ ഇപ്പോൾ വിമുക്തിയുടെ എക്സൈസിൻ്റെ, പോലീസിൻ്റെ, കേരള പോലീസിൻ്റെ അങ്ങനെ ഓരോ പരിപാടികൾ ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ മീഡിയ 1, കേരള വിഷൻ, മറ്റേ കൈരളി, ഏഷ്യാനെറ്റ് ന്യൂസ് എല്ലാം ഉണ്ട്. എല്ലാ ന്യൂസും ഉണ്ട്. പിന്നെ SPC പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ തൊട്ട് കയറിയാൽ നമുക്ക് ഇപ്പോൾ പരിപാടി കഴിഞ്ഞ് ഇങ്ങോട്ട് കയറിയാൽ ഇവിടെ ലൈവ് ഇട്ടോളും. അവരുടെ ചാനലിൽ ലൈവ് പോവും. 24-ൻ്റെ ആണെന്ന് തോന്നുന്നത്. അല്ലല്ല, ഇത് മൊത്തത്തിലുള്ള, ഇത് കൈറ്റ്സിൻ്റെ 24-ൻ്റെ മറ്റേ സ്ക്രീനുണ്ട് ഇവിടെ. ഇവിടെ ഇപ്പോൾ തിരക്കൊന്നുമില്ല, കാരണം പരിപാടികൾ കഴിഞ്ഞില്ല, അതുകൊണ്ട് തിരക്കില്ല. ഓക്കെ, പിന്നെ ഇവിടെ ന്യൂസൊക്കെ അല്ലാത്ത ന്യൂസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ഇത്? അതേ മെയിൻ ഞാൻ ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് നടക്കുക. ഓക്കെ, അതേ ഓരോ പരിപാടി കഴിഞ്ഞവർ ഇവിടെ വന്നിരിക്കും ഇൻ്റർവ്യൂ എടുക്കാനും കാര്യങ്ങളായിട്ടൊക്കെ അങ്ങനെ നിൽക്കുന്നതാണ്. വേണ്ട കുറേ നടന്നുകൊണ്ടിരിക്കും. അതിൻ്റെ പുറകെ കൂടെ ഞാൻ പോയത്. വൈബ് എൻ്റെ ന്യൂസിൽ കാണാൻ പറ്റും. ഇപ്പം കൊള്ളാം. ഇതാണ് ഫ്രണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ഓരോ ന്യൂസുകാരിക്കുക. വളരെ തിരക്ക്, വലിയ തിരക്കില്ല. കൊല്ലത്തെ അപേക്ഷയൊക്കെ വലിയ തിരക്കൊന്നുമില്ല. ഇതാണ് മെയിൻ. കണ്ട ഇവിടെ ഫുൾ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. ഓരോ ന്യൂസുകാരാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ഓക്കെ, അവർക്ക് കണ്ടന്റ്. ശുചിത്വ മിഷൻ്റെ ഇതുണ്ട്. ഇത് കേരള പോലീസിൻ്റെ, ഫയർ ഫോഴ്സ് എല്ലാം ഇവിടെ ഉണ്ട്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ ഫ്രണ്ട്. ഓക്കെ, ഇത് ഫുൾ കറങ്ങി കാണാൻ ഒത്തിരി ഉണ്ട്. ഇത് ഫ്രണ്ട്. ഇതാണ് മെയിൻ വേദി. ഇത് പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ ഇത് അവിടെ കുറച്ച് മറ്റേ വീണയും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഫുൾ മീഡിയക്കാർ ഇവിടെ മൊത്തം. പിന്നെ പരിപാടിക്ക് വരും. ഓക്കെ, മെയിൻ വേദി തന്നെ ഇത്ര. ഇങ്ങനെ കുറേ വേദികളുണ്ട്. ഓക്കെ, ഇതൊക്കെ JRC പിള്ളേർ ഇവിടെ പോകുന്നുണ്ട്. അങ്ങനെ ഇതിവിടെ പത്രത്തിൻ്റെ പരിപാടിയാണെന്ന് തോന്നുന്നു കേട്ടോ. അവിടെ ഫുൾ മീഡിയ മീൻസ് ന്യൂസ് TV ആണെങ്കിൽ ഇവിടെ ഫുൾ പത്രം. മാതൃഭൂമി, ജന്മഭൂമി, ദേശാഭിമാനി, മനസ്സിലായോ? അങ്ങനെ ക്ലബ് FM-ൻ്റെ ഉണ്ട്. മറ്റേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഒടുക്കത്തെ വെയില്. ഇത് ക്ലബ് FM-ൻ്റെ ലൈവ് സ്റ്റുഡിയോ ഇവിടെ ഉണ്ട്. മാഹിമച്ചാൻ്റെ. പിന്നെ എന്താ പറയുക, മാധ്യമം, പത്രത്തിൻ്റെ പരിപാടി. ഇവിടെ നമുക്ക് എഴുതിയൊക്കെ ഇടാനൊക്കെ പറ്റും. അതാണ്. പിന്നെ ഫുഡ് കോർട്ടുകൾ, ഐസ്ക്രീം, ഐസ് ബേയുടെ ഒരു ബ്രാഞ്ച് ഇവിടെ ഉണ്ട്. ഇത്രേ ഉള്ളൂ ഇവിടെയൊക്കെ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഓക്കെ, ഞാനിപ്പോൾ ഫുൾ റൗണ്ട് അടിച്ച് വന്നതാണ്. ഇങ്ങനെ റൗണ്ട് അടിച്ച് ഇങ്ങനെ എന്നിട്ട് ഇവിടെ കയറി ഇരിക്കുവാണ്. ഓക്കെ, അപ്പം കുറേ വേദികളുണ്ട്. കറക്റ്റായിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും എനിക്കറിയത്തില്ല. ഇന്നിപ്പം മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് ഞാൻ ഇപ്പോൾ വന്നത്. 4, 5, 6 ഇന്ന് 6-ാം തീയതിയാണ്. ഓക്കെ, അപ്പോൾ 6ാമത്തെ ദിവസമാണ് ഇന്ന്. ഇവിടെ ഇപ്പോൾ പരിപാടി നടക്കുന്നത് കുച്ചിപ്പുടിയാണെന്ന് തോന്നുന്നു ഇവിടെ നടക്കുന്നത്. അതിനകത്തേക്ക് കേരളാണുള്ളത്. ഓക്കെ, അപ്പം ഇവിടുത്തെ ഇനി വലിയ തിരക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. കഴിഞ്ഞ വട്ടം കൊല്ലത്തൊക്കെ ആണെങ്കിൽ ഒടുക്ക തിരക്കായിരുന്നു. ഒരു തിരക്കുകളും കാര്യങ്ങളോ, ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ. അപ്പം അടുത്ത വേദി എവിടെയാണെന്ന് അറിയത്തില്ല. സോ അങ്ങോട്ട് പോകണം. അങ്ങോട്ട് പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ കാണിച്ചു തരാം. പിന്നെ കുറേ വേദികൾ കുറേ സ്ഥലത്തുണ്ട്. കുറേ ദൂരെ എല്ലാം ദൂരെ അടുത്തടുത്ത് മുതലേ കുറേ ദൂരെയാണല്ലേ. ഓക്കെ, പറ്റുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇന്നലെ വീഡിയോ എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഓക്കെ,
അപ്പം അടുത്ത എവിടെയെങ്കിലും എത്തിയിട്ട് കാണാം. നമ്പറുകൾ വേദിയോട് അടിയന്തരമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. മന്ത്രി ശിവൻകുട്ടി ഇതൊക്കെ വിസിറ്റ് ചെയ്യാൻ വന്നു, എന്നിട്ട് പോവാ. ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ കാഴ്ചകളൊക്കെ കാണാം. ചിലപ്പോൾ സെലിബ്രിറ്റീസ് ഒക്കെ വരും, ചിലപ്പോൾ ഇങ്ങനത്തെ മന്ത്രിമാർ അങ്ങനെയുള്ളവരൊക്കെ വരും. കഴിഞ്ഞ വട്ടം ഷൈൻ ടോം ചാക്കോയൊക്കെ വന്നായിരുന്നു. ഇവിടുത്തെ വേറെ ആരെയും കണ്ടൊന്നുമില്ല. ഓക്കെ, പുള്ളി പോവാണ്. കുറച്ച് നേരം ഇവിടെ ഇരുന്ന് എന്നിട്ട് പോവാണ്. ഓക്കെ, പിന്നെ ട്രിവാൻഡ്രം ആയതുകൊണ്ടും മെയിനായിട്ടുള്ളവരൊക്കെ തിരുവനന്തപുരത്തുള്ളതുകൊണ്ടും ഇങ്ങനെയൊക്കെ ഇടയ്ക്ക് കാണാം. ഓക്കെ, പുള്ളി ദേ പോകുന്നു. മേയറെത്തി. ഞാൻ പറഞ്ഞ അനിയത്തിയുടെ സ്കൂളിൻ്റെ വേദി എത്തിയിട്ടുണ്ട്. ഇതാണ് സ്കൂളിൻ്റെ വേദി. ഓക്കെ, 5-ാം നമ്പർ വേദിയാണിത്. ഇതേ പരിപാടി നടന്നുകൊണ്ടിരിക്കും ഇവിടെ. നമുക്ക് അവിടെ ഫ്രണ്ട് ഫയർഫോഴ്സിന് വേണ്ടി മീഡിയക്കാരൊക്കെയാണ് അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുക. സൗണ്ട് എന്തായാലും കേൾക്കാൻ പറ്റത്തില്ല. ഓക്കെ, പരിപാടി കഴിഞ്ഞു. ഇനിയും കുറച്ച് ഫോട്ടോ എടുപ്പ്. ഓക്കെ, ഈ പത്രക്കാരും അല്ലാത്ത മീഡിയാസും പേജൊക്കെ ഇല്ല, അപ്പോൾ അവരുടെ ഫോട്ടോ എടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു. മീഡിയ കാണാൻ വന്നേക്കുവാണ്. അവിടെ ഒമ്പം പരിപാടി നടക്കും. ഇവിടെ വേറെ ഫോട്ടോഗ്രാഫി. ഇവിടെ വേറെ ഫോട്ടോഗ്രാഫി. ഇവിടെ കൊൽക്കല പിള്ളേരുണ്ട്. നമ്മളുടെ ഇവിടുത്തെ 24 ഇത് റിപ്പോർട്ടറുണ്ട്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ വന്നേക്കുവാണ്. കണ്ടോ, അവിടെ ഓരോരുത്തർക്ക് ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുന്നുണ്ട്. കണ്ടോ, അത് മലയാള മനോരമ അല്ല, മാതൃഭൂമി. കണ്ടോ, മാതൃഭൂമിക്കാർ ഓരോ കാര്യങ്ങൾ പറയുന്നു. ഓക്കെ, പേരും സ്കൂളും ജില്ലയൊക്കെ പെട്ടെന്ന് പറഞ്ഞു. ശരി, കൊല്ലത്തിന് എല്ലാ നന്മകളോട് അതിനെ പ്രാർത്ഥനയോടെ കേൾക്കുന്നുണ്ടാവും. കൃഷ്ണ ഹരേ ജയ കലോത്സവത്തിന്റെ വേദികളിലൂടെ ന്യൂസ് ചാനലുകൾ തപ്പി ഞങ്ങൾ നടക്കുകയാണ്. ഇപ്പം 2 കയറിയല്ലേ നമ്മള് 2 കയറി. ഞാൻ കയറാൻ വേണ്ടിക്കൊണ്ടോ ഒത്തിരി ആൾക്കാരോടൊക്കെ നിൽപ്പുണ്ട്. കണ്ടോ, തോൽക്കളിയും ബാൻഡ് അങ്ങനെ കുറേ കാര്യങ്ങളിവിടെ ഉണ്ട്. ഓക്കെ, ടീമായിട്ട് വരുന്നില്ലാന്ന് എനിക്കൊന്ന് മെയിനായിട്ട് എടുക്കുന്നത് അല്ലേ? ഒറ്റയ്ക്ക് വേണ്ടിയിട്ട് വരുന്നതിൽ വിളിക്കുന്നില്ല. ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്. വേണം വേണോ എന്ത്
ഇത് ചീനിയാണോ? ചീനിയും അത് എന്തൊക്കെ ഇട്ടേക്കുന്നത്? ചീനി നമ്മളിപ്പോൾ ഫസ്റ്റ് നമ്മളാണ്ട് വേദിയില്ല, അവിടെ തന്നെയാണ് നമ്മളിപ്പോൾ. സത്യം കഴിഞ്ഞ വട്ടം നമുക്ക് ഫുഡ് കിട്ടിയായിരുന്നു കേരള പോലീസിൻ്റെ ഒക്കെ. അതുകൊണ്ട് നമ്മളെ വിളിച്ച് ഫോട്ടോ ഒക്കെ എടുപ്പിച്ചായിരുന്നു അവർ. ഏട്ടാ ക്രൗഡ് ആയതുകൊണ്ടായിരിക്കും. ഈ വട്ടം പൊതുവെ ക്രൗഡ് കുറവാണ്, എന്നാലും ചെറിയൊരു ക്രൗഡ്. ഫസ്റ്റ് ഡേ അത്ര വൈബ്, മൂന്നാം ദിവസം വരില്ല. മൂന്നാം ദിവസം അണയും. ഫസ്റ്റ് ഡേ ഭയങ്കര വൈബാണ്. ഫസ്റ്റ് ഡേ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കിടക്കൂല്ലേ, അതുകൊണ്ട് കണ്ടന്റ് വേണം അവർക്ക്. പക്ഷെ ഇപ്പം ആകുമ്പോൾ കണ്ടന്റിൻ്റെ ക്ഷാമം ഇല്ല, കണ്ടന്റ് കിട്ടിയിട്ടുണ്ട് അവർക്ക്, കണ്ടന്റ് വേണ്ട അവർക്ക്. സോ ഓക്കെ, അവിടെയൊക്കെ ക്രൗഡുണ്ട്. ടീമായിട്ട് വരുന്നവരുമായിട്ട് മെയിനായിട്ട് അവർ നോക്കുന്നത്. ഇപ്പം ആദ്യത്തെ ദിവസം വന്നാൽ അങ്ങനൊന്നും ഇല്ലല്ലേ, ആരെ വന്നാലും അവരെടുക്കും. നമ്മൾ അങ്ങോട്ട് ചെല്ലേണ്ട ഒരാവശ്യമില്ല, ഇങ്ങോട്ട് വന്ന് വിളിച്ചോളും. ഇപ്പം പിന്നെ അതിനുവേണ്ടി പിന്നെ കൊല്ലം ഡയറീസും അങ്ങനെ കുറേ പേര് വന്നായിരുന്നു. ഇവിടെ വേറെ സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയോ അങ്ങനെ വേറെ രീതി ഫോട്ടോ എടുക്കുന്ന ആരുമില്ല, മനസ്സിലായി. മീഡിയക്കാർ മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ആരുമില്ല ഇവിടെ. ഓക്കെ, കേരള വിഷൻ അല്ലേ, കേരള വിഷൻ ന്യൂസിലെ പെണ്ണാണുള്ളത്. കേരള വിഷൻ്റെ ഓഫീസിലൊക്കെ കയറ്റിയിരുത്തി കേട്ടോ. ഓഫീസല്ല, അവരുടെ പവലിയൻ ഉണ്ടല്ലോ, അവിടെ കയറ്റിയിരുത്തി വെച്ചാതി. നേടിയ നമ്മുടെ കൊല്ലം സ്വദേശിയുടെ കലാകാരിയാണ്. ഈ കലയുടെ പേരൊരു പ്രത്യേകതയുടെ കണ്ടിപ്പോൾ സന്ധ്യാസമയമാണ്. നമ്മുടെ വിളക്കൊക്കെ വെച്ചിട്ട് ആനന്ദിപ്പിക്കാനുള്ള പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്നാണ് നമ്മുടെ സമൂഹത്തിൽ. അങ്ങനൊരു ഈ നിമിഷത്തിലുള്ള ഒരു പേര് കൂടിയാണ്. ഇവിടെ സ്കൂളിൻ്റെ പേരെന്താ? അപ്പോൾ നമുക്ക് ചെറിയ പോർഷൻ തോന്നും. ക്രൗഡായിട്ടുണ്ട്. നമ്മൾ ഉച്ചയ്ക്ക് തന്നെ കൂടെ ഒരു മനുഷ്യനില്ലായിരുന്നു, മനസ്സിലായോ? ഇപ്പോൾ ക്രൗഡായി. ഈ ലോക്കൽസും വരും, മനസ്സിലായോ? ഈ നാട്ടിലുള്ളവരും പരിപാടി കാണാനും. പിന്നെ ആണെങ്കിൽ ഇവിടെ എല്ലാം പരിപാടി കഴിഞ്ഞ് വെയിലും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ എല്ലാവരും ന്യൂസിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ്, ന്യൂസ് അല്ലെങ്കിൽ അങ്ങനത്തെ ചാനലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് എല്ലാവരും. DJ കട കലോത്സവത്തിൽ പങ്കെടുക്കും. മൈക്കൊക്കെ ഉണ്ട് തന്നിട്ടോ. ഏത് വൈബ്? അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് പിന്നെയും നമ്മളെ ഒരാൾ വിളിച്ചു, ഒരു ഫിലിം ചെയ്യാൻ ചോദിച്ചു. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് വന്നേക്കുവാണ്. ഇതാണ് ട്രോഫി പോയിട്ടൊക്കെ, മെയിൻ ട്രോഫി, പിന്നെ ഓരോരുത്തർക്കുള്ള ട്രോഫി, ഓരോ ജില്ലക്കുള്ള ട്രോഫി എല്ലാം ഇവിടെ.
നമ്മൾ അവർക്ക് ട്രോഫിയും സർട്ടിഫിക്കറ്റും മേടിക്കാൻ വന്നയാ. ഓക്കെ, സർട്ടിഫിക്കറ്റ് ഒക്കെ മേടിച്ച് ബാ. അപ്പം എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഓക്കെ, ട്രോഫി കാണിച്ചിട്ട് വീട്ടിൽ പോവാണ്. അല്ല, ഞാൻ വീട്ടിൽ പോവാണ്, വേറെ വീട്ടിൽ പോകും. എല്ലാം നാളത്തെ പരിപാടി എൻ്റെ. ഓക്കെ, ബൈ. അടുത്ത കലോത്സവം ഉണ്ടെങ്കിൽ കാണാം. കലോത്സവം വരാൻ പറ്റുമോ? വന്നാൽ കാണാം. കഴിഞ്ഞ കലോത്സവം വന്നായിരുന്നു, പക്ഷേ കഴിഞ്ഞ ദിവസം ബ്ലോഗ് എടുക്കാൻ പറ്റില്ല. ഈ കലോത്സവം വന്നു, ഈ കലോത്സവം ചെറിയൊരു ബ്ലോഗ് എടുത്തു. കഴിഞ്ഞ വർഷം കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു. കൊല്ലത്തൂടെ ആയതുകൊണ്ടും നമുക്ക് നമ്മുടെ സ്വന്തം സ്ഥലമായതുകൊണ്ടും ഫസ്റ്റ് ഡേ ആയതുകൊണ്ടും നമുക്ക് കുറച്ചുകൂടെ നൈസായിരുന്നു. പക്ഷേ കഴിഞ്ഞിടത്തേക്കാളും കൂടുതൽ നമ്മൾ മറ്റേ പെർഫോം ചെയ്യാൻ തോന്നുന്നല്ലേ? കഴിഞ്ഞ വട്ടം കൂടുതൽ നമ്മൾ ഇൻസ്റ്റഗ്രാം മീഡിയ അങ്ങനത്തെ പരിപാടികളായിരുന്നു, ഫോട്ടോസ് പരിപാടികളായിരുന്നു. ഈ വട്ടം കുറേ മീഡിയ പരിപാടികളായിരുന്നു, കൂടുതലും മീഡിയസ് ആയിരുന്നു. ഗൈസ്, ഡാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ. കലോത്സവത്തിൽ ചെറിയൊരു വീഡിയോ ആയിരുന്നു അല്ലേ ഇത്? ചെറിയൊരു വീഡിയോ. എന്തെങ്കിലും പറയാനുണ്ടോ? രണ്ട് വാക്ക് പറ. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, ബാക്കി എക്സ്പീരിയൻസ് ഒക്കെ പുതിയ എക്സ്പീരിയൻസ് എന്തോ? കഴിഞ്ഞ വട്ടം ഇയാൾ എക്സ്പീരിയൻസ് ചെയ്തല്ലേ? ഓക്കെ, ഈ വട്ടം ഇത് 1 വർഷം കഴിഞ്ഞുള്ള എക്സ്പീരിയൻസ് ആണ്. കൃത്യം 1 വർഷമല്ലേ? കഴിഞ്ഞ ജനുവരി വന്നു. ഓക്കെ, കാണുക, പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ വന്ന് കാണുക, പിള്ളേരെയൊക്കെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത കലോത്സവത്തിന് കാണാം. അറിയത്തില്ല, അപ്പോൾ ഗസ് ചെയ്യും. പരിപാടി കഴിയുമ്പോൾ പറയൂ. അപ്പോൾ ആ പരിപാടി എന്തായാലും ബ്ലോഗ് വരത്തുള്ളൂ. സോ വരിക, പങ്കെടുക്കാൻ പറ്റിയ നമ്മളും വരും. ഇല്ലെങ്കിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ ബ്ലോഗ് കാണും. ദൂരെയാണെങ്കിൽ വരുന്നത് ചുമ്മാ വരുന്നത് ടാസ്ക്കാണ്, മനസ്സിലായോ? തിരുവനന്തപുരത്തും കൊല്ലത്തോ ആലപ്പുഴയൊക്കെ ആണെങ്കിൽ നമുക്ക് വന്ന് വരാം. പക്ഷെ അങ്ങനെയല്ല, ദൂരെയാണെങ്കിൽ പങ്കെടുക്കാനല്ലാതെ അവിടെ വന്നാൽ പോസ്റ്റ് ആവും. ഓക്കെ, ഒരു ബൈ പറഞ്ഞ് എല്ലാവർക്കും ഹായ് പറഞ്ഞടിച്ചോ.